ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് അല്ല, വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ടിഗോർ ഡീസൽ ഉണ്ടോ, അതിൻ്റെ ഡീസൽ ഫിൽറ്റർ മാറാൻ പോവുകയാണ്. അതാണ് കസ്റ്റമർക്ക് ഡീസൽ ഫിൽറ്റർ മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡീസൽ ഫിൽറ്റർ മാറാൻ പോകും. അപ്പോൾ ഡീസൽ ഫിൽറ്റർ മാറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു രണ്ട് ഡീസൽ ഫിൽറ്റർ ഉണ്ട്, അതിൽ ഒരു ഡീസൽ ഫിൽറ്റർ നമ്മൾ മാറണം കേട്ടോ. അപ്പോൾ ഡീസൽ ഫിൽറ്റർ മാറണമെങ്കിൽ എയർ ഫിൽറ്റർ അയക്കണം. എയർ ഫിൽറ്ററിൻ്റെ ആ ബാക്കിലാണ് ഡീസൽ ഫിൽറ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു രണ്ട് ഈ പൈപ്പിൻ്റെ ക്ലിപ്പ് അയക്കുക, അപ്പുറത്തെ പൈപ്പിന് ക്ലിപ്പ് അയക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീസൽ ഫിൽറ്റർ. ഈ ഡീസൽ ഫിൽറ്റർ നമ്മൾ മാറുന്നത്, അതായത് സെൻസർ ഇല്ലാത്ത ടൈപ്പ് ഡീസൽ ഫിൽറ്റർ. അപ്പുറത്തിരിക്കുന്ന സെൻസർ ടൈപ്പ് ഉണ്ടോ. ഈ ഡീസൽ ഫിൽറ്ററാണ് നമ്മളിപ്പോൾ മാറുന്നത്. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഇതാ രണ്ട് പൈപ്പ് ഉണ്ട്, രണ്ട് പൈപ്പ് അഴിച്ചെടുക്കണം കേട്ടോ. അത് ജസ്റ്റ് പ്രസ്സിങ്, ആ രണ്ട് സൈഡിൽ ഒരു പ്രസ്സിങ് ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് നേരെ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് അയക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിൻ്റെ അപ്പുറത്തെ പൈപ്പ് അയക്കും കേട്ടോ, എന്നാലേ നമുക്ക് ഇപ്പുറത്തെ പൈപ്പ് വിരലെല്ലാം അവിടെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അപ്പുറത്തെ പൈപ്പ് അഴിച്ച് മാറ്റുക, എന്നിട്ട് നേരെ ഇപ്പുറത്തെ പൈപ്പ് കേട്ടോ. അതിന് ശേഷം ഡീസൽ ഫിൽറ്റർ അവിടെ പൊക്കിയെടുത്താൽ മതി. ജസ്റ്റ് അവിടെ ബോൾട്ടിങ്ങും കാര്യങ്ങളല്ല, ഒരു ലോക്കിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ട് പൈപ്പ് അയച്ചിട്ടുണ്ട്. ഇനി ഇത് പിടിച്ചിട്ട് നേരെ മുകളിലേക്ക് ഒന്ന് പൊക്കി കൊടുത്താൽ കേട്ടോ. അപ്പോൾ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ അങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ലോക്കാണ്ടോ, ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക. അതുണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് സ്ലൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ പുതിയത് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ, പുതിയ ഡീസൽ ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. ടാറ്റൻ്റെ പാർട്സ് തന്നെ, ഒറിജിനൽ OE പാർട്സ് തന്നെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഡീസൽ ഫിൽറ്റർ പുതിയത് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് 3100 സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഡീസൽ ഫിൽറ്ററിന്, OE പാർട്സ്. അപ്പോൾ ഇനി നേരെ നമ്മൾ അതിലേക്ക് ഫിറ്റ് ചെയ്യണം കേട്ടോ. ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ലോക്കിലേക്ക് നേരെ കയറ്റി വെച്ചിട്ട് നേരെ ജസ്റ്റ് താഴത്തേക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ലോക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒന്ന് കയറാൻ ഇത്തിരി താമസം ഉണ്ടാവുന്നുള്ളൂ. പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് നേരെ താഴത്തേക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് പൈപ്പും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡീസൽ ഫിൽറ്റർ അവിടെ ലോക്കായിട്ടുണ്ട്. ഇനി അപ്പോൾ അയച്ച പൈപ്പുകൾ ജസ്റ്റ് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടോ. ആ മുകളിൽ രണ്ട് ക്യാപ്പ് ഉണ്ടായിരിക്കാം, ക്യാപ്പ് എടുത്ത് മാറ്റി വയ്ക്കുക. രണ്ട് പൈപ്പ് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പൈപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കീ ഒരു 3-4 പ്രാവശ്യം ഓൺ ചെയ്ത് പമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡീസൽ ഫിൽറ്റർ ഒന്ന് ഫുള്ളായതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.